കേരളത്തിലെ രാജ്യത്തെ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 181 ശ്രീ പ്രമോദ് നാരായൺ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സാർ, 2 KFC സ്റ്റാർട്ടപ്പ് കേരള വായ്പാ പദ്ധതി. പ്ലീസ് അവിടെ പോയിരിക്കും. ചാണ്ടി പ്ലീസ്. ശ്രീ പ്രമോദ് നാരായൺ. സാർ, സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ചോദ്യം ഇതാണ്, കേരളത്തിന്റെ ശ്രീ ചാണ്ടിയുമ്മനും ആര്യാട് ഷൗക്കത്ത് ഉൾപ്പെടെ പുതിയ മെമ്പർമാരാണ് സഭയിൽ. അവരുൾപ്പെടെയാണ് ഈ ബാനർ പിടിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കാൻ കൊള്ളാമോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ച് ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത്? സാർ, അങ്ങ് കാണാത്തോണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല. നാട്ടിലാകെ അപമാനം ഉണ്ടാവും. ഏത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങയുടെ ടീമിനെ അങ്ങോട്ട് വലിക്കണം. പ്ലീസ്. പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ. പ്ലീസ്, ബാനർ അങ്ങോട്ട് താത്താൻ പറ. പ്ലീസ്. അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുത്തുന്നത് ശരിയായ രീതിയല്ല. ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തര വേള അനുവദിക്കണം. പ്ലീസ്. ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാദരവാണ്. അംഗങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. ചോദ്യോത്തര വേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു.